Good morning. We were studying the anatomy of earthworm. ഡിഫറെൻറ്റ് സിസ്റ്റംസ് പഠിക്കുകയായിരുന്നു. അതിൽ ഇനി അടുത്ത് നമ്മൾ പഠിക്കുന്നത് നെർവസ് സിസ്റ്റമാണ്. നെർവസ് സിസ്റ്റം ഈസ് ബേസിക്കലി റെപ്രസെൻറ്റഡ് ബൈ ഗാംഗ്ലിയ അറേഞ്ച്ഡ് സെഗ്മെൻറ്റ് വൈസ് ഓൺ ദ വെൻട്രൽ പെയർഡ് നെർവ് കോഡ്. സോ എർത്ത് വേമിന് വെൻട്രലി ലൊക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പെയർഡ് നെർവ് കോഡാണ് ഉള്ളത്. ഇതിലായിട്ട് സെഗ്മെൻ്റലി ഓരോ സെഗ്മെൻറ്റിലായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള ഗാംഗ്ലിയ, അതാണ് നെർവസ് സിസ്റ്റം ഓഫ് എർത്ത് എന്ന് പറയുന്നത്. The nerve cord in the anterior region, that is the third and fourth segment, bifurcates laterally, encircling the pharynx and joins the cerebral ganglia dorsally to form a nerve ring. So this earthworm has a nerve ring. ആ nerve ring എന്ന് പറയുന്നത് ആൻറ്റീരിയർ പോർഷനിൽ നമ്മുടെ ആൻറ്റീരിയർ പോർഷനിലുള്ള നെർവ് കോഡ് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ബൈഫർക്കേറ്റ് ചെയ്യുക, രണ്ടായിട്ട് തിരിയുകയാണ് തേർഡ് ആൻഡ് ഫോർത്ത് സെഗ്മെൻറ്റിൽ വെച്ചിട്ട്. എന്നിട്ടത് ലാറ്ററലി നമ്മുടെ എർത്ത് വർമിൻ്റെ ഫാരിങ്സിനെ ചുറ്റി അതിനെ എൻസർക്കിൾ ചെയ്ത് അതിൻ്റെ ഡോർസൽ സൈഡിൽ വെച്ചിട്ട് മീറ്റ് ചെയ്യുന്നു. അങ്ങനെ ഡോർസൽ സർഫസിൽ സെറിബ്രൽ ഗാംഗ്ലിയുമായിട്ട് ജോയിൻ ചെയ്തിട്ട് ആ ആൻറ്റീരിയർ പോർഷനിലായിട്ടൊരു റിങ് പോലെ ഫോം ചെയ്യുന്നു. അതിനെയാണ് നെർവ് റിങ് എന്ന് പറയുന്നത്. The cerebral ganglia, along with the other nerves in the ring, integrate sensory input as well as command muscular responses of the body. So, the cerebral ganglia, along with the nerves, ആണ് സെൻസറി ഇൻപുട്ടുകളെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതും അങ്ങനെ ഉള്ള റെസ്പോൺസുകൾ മസിൽസിന് കൊടുക്കുന്നതും. ഇങ്ങനെ കൺട്രാക്ട് ചെയ്യണം, അല്ലെങ്കിൽ റിലാക്സ് ചെയ്യണം, ഇവിടെ ഓരോ സെൻസസിനെയും തിരിച്ചറിയുന്നത് അങ്ങനെയാണ്. സോ നെർവ് റിങ് എവിടെയാണ് കാണുന്നത്? ആൻറ്റീരിയർ പോർഷനിൽ ദ തേർഡ് ആൻഡ് ഫോർത്ത് സെഗ്മെൻറ്റിലായിട്ട് ആണ് കാണുന്നത്. നെക്സ്റ്റ് ഈസ് ദ സെൻസറി സിസ്റ്റം. സെൻസറി സിസ്റ്റം ഡസ് നോട്ട് ഹാവ് ഐസ് but does possess light and touch sensitive organs, that is receptor cells, to distinguish the light intensities and to feel the vibrations in the ground. ഹ്യൂമനിലെ പോലെ സെൻസറി സിസ്റ്റം ഒന്നും അത്ര ഡെവലപ്ഡ് ആയിട്ടല്ല. അതുകൊണ്ട് തന്നെ സെൻസറി സിസ്റ്റത്തിൽ ഐസ് ഒന്നുമില്ല. ലൈറ്റിനെയും ഗ്രൗണ്ടിലെ വൈബ്രേഷൻസിനെയൊക്കെ സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെൻസറി സെൽസ്, റിസെപ്റ്റർ സെൽസ് എന്ന് പറയുന്നത് ഇവർക്കുണ്ട്. സോ ലൈറ്റിനെയും അതുപോലെ തന്നെ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റീസും അതുപോലെ തന്നെ വൈബ്രേഷൻസ് ഇൻ ദ ഗ്രൗണ്ട് അവർക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. വർംസ് ഹാവ് സ്പെഷ്യലൈസ്ഡ് കീമോ റിസെപ്റ്റേഴ്സ്, ദാറ്റ് ഈസ് ടേസ്റ്റ് റിസെപ്റ്റേഴ്സ്, വിച്ച് റിയാക്ട് ടു കെമിക്കൽ സ്റ്റിമുലൈ. കെമിക്കൽ സ്റ്റിമുലയുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് കീമോ റിസെപ്റ്റേഴ്സ് ആണ്. അത് ഈ വേംസിൻ്റെ ഒരു പ്രത്യേകതയാണ്. ദേ ആർ ദ ടേസ്റ്റ് റിസെപ്റ്റേഴ്സ്. ദീസ് സെൻസ് ഓർഗൻസ് ആർ ലൊക്കേറ്റഡ് ഓൺ ദ ആൻറ്റീരിയർ പാർട്ട് ഓഫ് ദ വേം. നമ്മൾ പറഞ്ഞായിരുന്നു നേരത്തെ ആൻറ്റീരിയർ പാർട്ടിലായിട്ട് നമുക്ക് ഒരു ലോബുണ്ട്. ആൻറ്റീരിയർ ഭാഗത്തായിട്ട് പ്രോസ്റ്റോമി എന്ന് പറഞ്ഞ ലോബ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു, മൗത്തിനെ കവർ ചെയ്ത്. അപ്പോൾ അത് ഒരു സെൻസറി ഫങ്ഷൻ കൂടെ ഉള്ളൊരു സ്ട്രക്ചറാണ് നമ്മൾ പറഞ്ഞായിരുന്നു. സോ ദീസ് സെൻസറി റിസെപ്റ്റേഴ്സ് ആർ പ്രസൻറ്റ് ഓൺ ദ ആൻറ്റീരിയർ പാർട്ട് ഓഫ് ദ വേം. Earthworm is hermaphrodite, that is bisexual. That is, testes and ovaries are present in the same individual. നമ്മൾ നേരത്തെ അതിൻ്റെ മോർഫോളജി പറഞ്ഞായിരുന്നു, അതിൻ്റെ വെൻട്രൽ ഭാഗത്തായിട്ട് ഓരോ സെഗ്മെൻറ്റിലായിട്ടാണ് അതിൻ്റെ സെക്ഷൽ അല്ലെങ്കിൽ അതിൻ്റെ പോർസ്, അതിൻ്റെ ജെനൈറ്റൽ പോർസ് ഉള്ളത് നമ്മൾ പറഞ്ഞു. അതിൽ മെയിൽ പോറും ഫീമെയിൽ പോറും ഉണ്ട് നമ്മൾ പറഞ്ഞു. സെയിം ബോഡിയിൽ തന്നെ മെയിൽ സെക്സ് ഓർഗനും ഫീമെയിൽ സെക്സ് ഓർഗനും ഉണ്ടെങ്കിൽ അതിനെ എന്ത് വിളിക്കും? ഹെർമാഫ്രോഡൈറ്റ് അഥവാ ബൈസെക്ഷൽ എന്ന് വിളിക്കും. അപ്പം എർത്ത് വേമും അങ്ങനെ തന്നെയാണ്. ടെസ്റ്റിസും ഓവറീസും എവിടെ തന്നെ ഉണ്ട്? ഒരു സെയിം ഇൻഡിവിജ്വലിൽ തന്നെ ഉണ്ട്. There are 2 pairs of testes present in the 10th and 11th segments. So 10th and 11th segmentil നമുക്ക് ടെസ്റ്റിസ് കാണാൻ സാധിക്കും. And their vasa differentia runs up to the 18th segment where they join to the prostatic duct. So 18th segmentil വെച്ചിട്ടാണ് ഇതിൻ്റെ വാസ ഡിഫറൻഷ്യ പ്രോസ്റ്റേറ്റിക് ഡക്റ്റിലായിട്ട് ഫ്യൂസ് ചെയ്യുന്നത്. 2 pairs of accessory glands are present 1 pair each in 17th and 19th segment. So 17th and 19th segmenറ്റിലായിട്ട് പ്രോസ്റ്റാറ്റിക് ഗ്ലാൻഡ് ഇതാ ഇവിടെ കാണുന്നുണ്ട് നമുക്ക്. ആൻഡ് ദ accessory glands 17 and 19 സെഗ്മെൻറ്റ്സിൽ ഈ ബ്ലാക്ക് ഡോട്ട് പോലെ കിടക്കുന്നില്ലേ, അതാണ് ആക്സസറി ഗ്ലാൻസ്. 17th സെഗ്മെൻറ്റിലും ഒരു പെയർ കാണാം, 19th സെഗ്മെൻറ്റിൽ നമുക്ക് വേറൊരു പെയർ കാണാൻ സാധിക്കും. ദ കോമൺ പ്രോസ്റ്റേറ്റ് ആൻഡ് സ്പെർമാറ്റിക് ഡക്ട്, that is vasa deferentia,
opens to the exterior by a pair of male genital pores on the ventrolateral side of 18th segment. അത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലേ, മെയിൽ ജെനൈറ്റൽ പോറ് 18th സെഗ്മെൻറ്റിൻ്റെ വെൻട്രോലാറ്ററൽ സൈഡിൽ തന്നെയാണ് ഉള്ളത്. 4 pairs of spermatheca are located in 6th to 9th segments, 1 pair on each segment. സ്പെർമാതീക്ക നമുക്ക് 6th to 7th 6 മുതൽ 9 സെഗ്മെൻറ്റ് വരെ നമുക്ക് പെയർഡ് ആയിട്ട് സ്പെർമാതീക്ക കാണാൻ സാധിക്കും. 1 പെയർ ഓൺ ഈച്ച് സൈഡ്. ഓരോ സൈഡിലും ഒരു പെയർ വീതമാണ് ഉള്ളത്. ഇവിടെ ഒരു പെയറാണ് ഇരിക്കുന്നത്, ഇവിടെയും ഒരു പെയറാണ് ഇരിക്കുന്നത്. They receive and store spermatozoa during copulation. കോപ്പുലേഷൻ്റെ സമയത്ത് സ്പെർമാറ്റോസോവ റിസീവ് ചെയ്യുകയും സ്റ്റോർ ചെയ്യുന്നതും ഈ സ്പെർമാതീക്കയിലാണ്. 1 pair of ovaries is attached at the intersegmental septum of the 12th and 13th segment. അപ്പം 12th and 13th segment ഉണ്ടാവും. ഇവിടെയായിട്ട് നമുക്ക് ഓവറീസ് കാണാൻ സാധിക്കും. Ovarian funnels are present beneath the ovaries which continue into oviduct. Ovarian funnel, ദിസ് പിക്ചറിൽ ഒവേറിയൻ ഫണൽ നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം അത് ഓവിഡക്റ്റ് ആയിട്ട് ഫ്യൂസ് ചെയ്യുന്നു, ജോയിൻ ചെയ്യുന്നു. ജോയിൻ ടുഗെദർ. Ovarian funnels are present beneath the ovaries which continue into oviduct, join together and open on the ventral side as a single median female genital pore that is on the 14th segment. So 14th segmentലായിട്ട് നമുക്ക് ഫീമെയിൽ ജെനൈറ്റൽ പോറ് കാണാൻ സാധിക്കും. നമ്മൾ നേരത്തെ ആ ഒരു പിക്ചറിൽ കണ്ടായിരുന്നു. അപ്പോൾ ഈ 14th സെഗ്മെൻറ്റിൽ ഇവിടെ ആയിട്ടാണ് നമുക്ക് ആ ഒരു സെൻട്രലി മീഡിയൻ ആയിട്ടാണ് 14th സെഗ്മെൻറ്റിൻ്റെ വെൻട്രൽ സൈഡിൽ മീഡിയലായിട്ടാണ് അല്ലെങ്കിൽ നടുക്ക് വശത്തായിട്ടാണ് നമുക്ക് ഫീമെയിൽ ജെനൈറ്റൽ പോർ കാണുന്നത്. അത് ഒരൊറ്റ പോറേ ഉള്ളൂ, സിംഗിൾ പോർ. അതായത് ഈ രണ്ട് ഒവേറിയൻ ഫണലും ജോയിൻ ചെയ്ത് ഓവിഡക്റ്റ് ആവുന്നു. അതാണ് സിംഗിൾ ഫീമെയിൽ ജെനൈറ്റൽ പോറായിട്ട് ബോഡിക്ക് വെളിയിലേക്ക് ഓപ്പൺ ചെയ്യുന്നത്. എർത്തുവമിൻ്റെ കാര്യത്തിലുള്ള ഫീമെയിൽ ആൻഡ് മെയിൽ സെക്സ് ഓർഗൻസ് ഇതിന് ഇത്രയുമാണ്. Now let's read. A mutual exchange of sperm occurs between two worms during mating. So ഹെർമാഫ്രോഡൈറ്റ് ആണെങ്കിലും രണ്ട് വേംസ് മേറ്റ് ചെയ്താണ് ഇവരുടെ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. അപ്പോൾ മ്യൂച്വലായിട്ട് സ്പേം എക്സ്ചേഞ്ച് നടക്കും. One worm has to find another worm and they mate juxtaposing opposite gonadal openings, exchanging packets of sperms called spermatophores. So ഒരു വേം മറ്റൊരു വേമിനെ കണ്ടുപിടിച്ച് അവർ മീറ്റ് ചെയ്യുന്ന സമയത്ത് സ്പെർമാറ്റോഫോഴ്സ് ആണ് അവർ എക്സ്ചേഞ്ച് ചെയ്യുന്നത്. ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഗൊണാഡൽ ഓപ്പണിങ്സ്, അതായത് ഇപ്പോൾ ഒരു വേമിൻ്റെ ഫീമെയിൽ ജെനൈറ്റൽ പോറ് മറ്റൊരു വേമിൻ്റെ മെയിൽ ജെനൈറ്റൽ പോറുമായിട്ട് അടുത്ത് വരുന്ന രീതിയിലാണ് ഇവർ മീറ്റ് ചെയ്യുന്നത്. അങ്ങനെ എന്നിട്ട് രണ്ട് വേമിൻ്റെയും മെയിൽ ജെനൈറ്റൽ പോറിൽ നിന്നും സ്പെർമാറ്റോഫോഴ്സ്, അതായത് പാക്കറ്റ് ഓഫ് സ്പേംസ് റിലീസ് ചെയ്യുന്നു. അതിനെയാണ് സ്പെർമാറ്റോഫോർസ് എന്ന് വിളിക്കുന്നത്. മെച്യൂർ സ്പേം ആൻഡ് എഗ് സെൽസ് ആൻഡ് ന്യൂട്രിറ്റീവ് ഫ്ലൂയിഡ് ആർ ഡിപ്പോസിറ്റഡ് ഇൻ ദ കൊക്കൂൺസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഗ്ലാൻഡ് സെൽസ് ഓഫ് ക്ലൈറ്റെല്ലം. ക്ലൈറ്റെല്ലം പ്രൊഡ്യൂസ് ചെയ്യുന്ന കൊക്കൂൺ എന്ന് പറയുന്ന സ്ട്രക്ചറിലാണ് ഈ എഗ് സെല്ലും ന്യൂട്രിറ്റീവ് ഫ്ലൂയിഡും മെച്യൂർ സ്പേമിൻ്റെ എല്ലാം കളക്ട് ചെയ്യുന്നത്. Fertilization and development occurs within the cocoons which are deposited in soil. അപ്പോൾ ഈ ക്ലൈറ്ററിൽ നിന്നും ഈ കൊക്കൂൺ നേരെ സോയിലിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്യുകയാണ്. അവിടെ വെച്ചിട്ടാണ് ഫെർട്ടിലൈസേഷനും ഡെവലപ്മെൻറ്റും നടക്കുന്നത്. The ova, that is eggs, are fertilized by the sperms within the cocoon which then slips off the worm and is deposited in or on the soil. അപ്പം ഈ ക്ലൈറ്ററിൽ നിന്നും ഡെവലപ്പ് ചെയ്ത ആ കൊക്കൂൺ പിന്നെ ഇത് ഈ വേമിൻ്റെ ശരീരത്തിൽ നിന്നും ഡിറ്റാച്ച് ചെയ്യുകയാണ്. എന്നിട്ട് അത് സോയിലാണ് ഡിപ്പോസിറ്റ് ചെയ്യുന്നത്. സോയിലിൽ നിന്ന് എന്നിട്ടാണ് അതിൻ്റെ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ദ കൊക്കൂൺ ഹോൾഡ്സ് ദ വേം എംബ്രിയോസ്. ഈ കൊക്കൂണിനകത്താണ് വേമിൻ്റെ എംബ്രിയോ വളരുന്നത്. After about 3 weeks, each cocoon produces 2 to 20 baby worms with an average of 4. So ഒരു 3 ആഴ്ചയ്ക്ക് ശേഷം ഈ കൊക്കൂണിനകത്ത് നിന്നും ബേബി വേംസ് പുറത്ത് വരും. ഈ ബേബി വേംസ് എത്ര നമ്പർ കാണും? 2 മുതൽ 20 വരെ എണ്ണം കാണാം. ഒരു ആവറേജ് കണക്കിൽ 4 എണ്ണമെങ്കിലും ഉണ്ടാകും. ഡെവലപ്മെൻറ്റ് ഓഫ് എർത്ത് ഈസ് ഡയറക്റ്റ്, ദർ ഇസ് നോ ലാർവ ഫോം. ഇടയ്ക്ക് ലാർവൽ സ്റ്റേജ് ഒന്നും ഇല്ല, അതായത് ഡയറക്റ്റ് ഡെവലപ്മെൻ്റ് ആണ് എർത്ത് വേമിൻ്റെ. ഇപ്പോൾ ലാർവ സ്റ്റേജ് ഇല്ലാത്തതുകൊണ്ടാണ് അതിനെ ഡയറക്റ്റ് ഡെവലപ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. So that's about the reproductive system of earthworm.
അപ്പോൾ എർത്ത് വർമിൻ്റെ ഈ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ എല്ലാ സ്ട്രക്ചറും ഏതൊക്കെ സെഗ്മെൻറ്റിലാണെന്നുള്ളത് നോക്കി വെക്കണം. അത് കറക്റ്റായിട്ട് എഴുതി പഠിക്കുക, നോട്ട് ചെയ്തിട്ട്. ഈ പിക്ചറിനകത്ത് തന്നെ നമുക്കത് കാണാൻ പറ്റും. ചിലപ്പോൾ ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ ഇതിനകത്ത് സെഗ്മെൻറ്റ്സ് ഒന്നും പറയുന്നില്ലായിരിക്കും. എക്സാമിന് ചിലപ്പോൾ ചോദിക്കുമായിരിക്കും ഇന്ന സെഗ്മെൻറ്റിൽ എന്താ കാണുന്നതെന്നുള്ളത്. അത് ഈ പിക്ചറിൽ ചിലപ്പോൾ അതിൻ്റെ ആൻസർ കിടപ്പുണ്ടായിരിക്കും. സോ പിക്ചേഴ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. എല്ലാ ഫിഗറിലൂടെയും നിങ്ങൾ നന്നായിട്ട് എല്ലാ ഫിഗറും നല്ല തറോ ആയിട്ട് പഠിക്കണം. Earthworms are known as friends of farmers because they make burrows in the soil and make it porous, which helps in respiration and penetration of the developing plant roots. The process of increasing fertility of soil by the earthworms is called vermicomposting. They are also used for bait in game fishing. ഞാൻ ഇൻട്രൊഡക്ഷൻ പറഞ്ഞായിരുന്നു, എർത്ത് എന്ന് പറയുന്നത് ഫ്രണ്ട് ഓഫ് ഫാമേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. കർഷകൻ്റെ കലപ്പ അല്ലെങ്കിൽ കർഷകൻ്റെ സുഹൃത്ത് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത് എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഫെർട്ടിലിറ്റി ഓഫ് ദ സോയിൽ ഇൻക്രീസ് ചെയ്യാനായിട്ട് ഇതിന് ഭയങ്കര ഒരു കഴിവുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു എർത്ത് വർംസ് ഇൻജസ്റ്റ് ചെയ്യുന്നതും ഓർഗാനിക് മാറ്ററും സോയിലും ഒക്കെയാണ്. അപ്പോൾ അതിൽ നിന്ന് പുറത്ത് വരുന്ന ആ ഒരു എക്സ്ക്രീറ്റയുടെ പേരാണ് വേം കാസ്റ്റിംഗ്. അത് ഹൈലി ഫെർട്ടൈലാണ്. അത് മാത്രമല്ല, ഈ എർത്ത് വർം നേരത്തെ പറഞ്ഞു ബറോ ചെയ്ത് പോകുമെന്ന് പറഞ്ഞില്ലേ സോയിലിലൂടെ. അങ്ങനെ ബറോ ചെയ്യുമ്പോൾ മൈന്യൂട്ട് പോർസ് ഉണ്ടാക്കും ഈ സോയിലിൽ. അത് പ്ലാന്റ് റൂട്ട്സിന് പെനട്രേറ്റ് ചെയ്ത് പോകാനായിട്ട് വളരെ എളുപ്പമായിട്ട് സഹായിക്കും. സോ ദേ ആർ കോൾഡ് ഫ്രണ്ട്സ് ഓഫ് ഫാമർ. ആൻഡ് വാട്ട് ഈസ് വെർമി കമ്പോസ്റ്റിംഗ്? നമ്മൾ നല്ല സുപരിചിതമായിട്ടൊരു വാക്കാണല്ലേ വെർമി കമ്പോസ്റ്റിംഗ്. ചെയ്യുക എന്ന് പറയുന്നത് എർത്ത് വർംസിനെ ഉപയോഗിച്ചുകൊണ്ട് ഫെർട്ടിലിറ്റി ഓഫ് ദ സോയിൽ ഇൻക്രീസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് വെർമി കമ്പോസ്റ്റിംഗ്. ആൻഡ് ഓൾസോ earthworms ആർ യൂസ്ഡ് ആസ് ബെയ്റ്റ് ഇൻ ഗെയിം ഫിഷിംഗ്. അതായത് ഫിഷിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ചൂണ്ടയിൽ കൊരുക്കുന്നത് എന്താണ്? എർത്ത് വർംസിനെയാണ്. കാരണം ഫിഷിൻ്റെ ഒരു ഫേവറേറ്റ് ഫുഡാണ് എർത്ത് വർംസ് എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ എർത്ത് വർം. ഇനി പഠിക്കാനുള്ളത് കോക്രോച്ചും ഫ്രോഗുമാണ്. കോക്രോച്ചിനെ കുറിച്ചുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം.